കനകോ ആ എന്താടേ ഇന്നുണ്ട് എന്ത് പറയാ പ്രവർത്തനമൊക്കെ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ നന്നായി പോകുന്നു. രാഷ്ട്രീയ പ്രവർത്തനം കുഴപ്പമില്ല പോകുന്നുണ്ട്. കുഴപ്പമില്ല. എന്ത് കല്യാണത്തിൽ വന്ന ഇവിടെ ഈ പെണ്ണുങ്ങൾക്കൊക്കെ ഉള്ള കുഴപ്പമാണ്. നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ പിറകെ കയറി വരിക. എന്തിനാണ് ഈ പണത്? ഒരു ആവശ്യം ഉണ്ടെങ്കിൽ കൊണ്ടുവരും. അതല്ല, അതിൽ കാര്യമുണ്ട്. ഈ പെണ്ണുങ്ങൾക്ക് പ്രത്യേകിച്ച് ഇതാണ്, വരുമ്പോഴും കാണുമ്പോൾ മാത്രമേ തോന്നുള്ളൂ. അല്ല നിനക്ക് ഇവിടെ അതൊരു പൊയ്ക്കൂടി. ഈ ഏട്ടൻ വിടത്തില്ല ഒറ്റയ്ക്ക്. എന്ത് ഞാൻ പിടിച്ചു വെച്ചേക്കണ തന്നെ. ഞാൻ രാവിലെ ഓഫീസിൽ പോകുമ്പോൾ ഒക്കെ വേണമെങ്കിൽ പോവാം. പക്ഷേ അവിടെ പോവാ അതൊരു ശരീരമാണെങ്കിൽ കൂടല്ലോ. ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുക. പക്ഷെ ഇവിടെ എപ്പോഴും പറയും കേട്ടോ, ഒരു 2 ദിവസം അല്ല 2 ദിവസം ഒരു 2 ആഴ്ചയെങ്കിലും വന്ന് നിന്റെ വീട്ടിൽ നിൽക്കണമെന്ന്. എടാ നീ 2 ആഴ്ച 1 മാസം വന്നില്ലേ, അതിനങ്ങനെ നീ ആ പാലാച്ച് കഴിച്ചിട്ട് അന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ ഇതുവരെ? സമയം വേണ്ടടാ. ആർക്കാണ് സമയം ഇല്ലാത്ത? എല്ലാരും ഇങ്ങനെ സമയം കണ്ടെത്തി വരെയാണ്. ചായ എടുക്കാം. ചായ മാത്രമേ ഉള്ള തിരിച്ചു കടിക്കാത്ത എന്തുണ്ടെങ്കിലും എടുത്തോ. അയ്യോ അയ്യോ അറിയാ, ഞാൻ പഴയ ഓർമ്മ ഇതാണ്. നീയാണല്ലോ ഇപ്പോഴത്തെ ഓണർ. ഇപ്പോഴത്തെ അല്ല, പണ്ടേ ഞാനല്ലടാ ഓണർ. അവൻ ചെയ്യുന്ന ഓരോ പണികളല്ലേ. ഇവിടെ ആയിരിക്കും ഇരിക്കുന്നല്ലേ. ഓ പിന്നെ അമ്മയും അമ്മാവനോട്? അമ്മയും അമ്മാവനും സംഘർഷഭരിതമായ ഒരു ഭൂമിയിലേക്ക് പോയിരിക്കുകയാണ്. അതെവിടെ? ശബരിമല തന്നെ? അല്ലല്ല, പിന്നെ ഇവിടെ അമ്മാവന്റെ വീട്ടില് അവിടെ ഒരു അതിർത്തി തർക്കമല്ല, അമ്മാവന്റെ പുരയിടത്ത് നിൽക്കുന്ന ഒരു പ്ലാവ്. ആ പ്ലാവിന്ന് ഇലകൾ പ്ലാവില അപ്പുറത്തെ പുരയിടത്ത് വീഴുന്നു. അപ്പൊ അയാൾ പറയുന്നത് ഈ മരം മുറിച്ചു കൊടുക്കണമെന്ന്. അമ്മാവൻ തയ്യാറല്ല. ഇതങ്ങോട്ട് കുറെ വർഷമായാലേ. പ്ലാവ് ചെറുതായിരുന്നു, അപ്പൊ 2 ഇല വീഴുള്ളായിരുന്നു. ഈ പ്ലാവ് വളരുന്നതനുസരിച്ച് വഴക്ക് വലുതായിക്കൊണ്ടിരിക്കുക. ഇനിയിപ്പോ ഒരു തീരുമാനമാവും. എന്നിട്ട് നീ പോകുന്നത്? ഞാൻ പറഞ്ഞത് ഇത് ഒന്ന് സംഘർഷം മൂത്ത് വരുമ്പോ അറിയിക്കാൻ പറഞ്ഞു. എന്തിനി മൂങ്ങായി? എനിക്ക് പറഞ്ഞില്ല, ഈ വയസ്സുകാലത്ത് അമ്മാവൻ കിടന്ന് വെള്ളം ഉണ്ടാക്കിടത്തൊക്കെ നമ്മൾ പോയാല്. അല്ലടാ, അതെന്താണെന്നറിയാമോ, ഈ പണ്ടുള്ളവരെ ഈ കുറച്ച് ഒരു ലിങ്ക്സ് വസ്തുവിന് പോലും വഴക്കൂടും. ആണാ പൈസ വിട്ടു കൊടുക്കില്ല. അമ്മ പറയും, ചെറുക്കാ നീ വിട്ടുകൊടുക്കല്ലേ, അച്ഛ ഉണ്ടാക്കിയാണ് അമ്മ ഉണ്ടാക്കിയാണെന്ന് പറഞ്ഞ് ബഹളം വെച്ച് അമ്മ കൂടെ പോയിക്കാ. ഞാൻ മേടത്ത് പറഞ്ഞു പോലെ വയ്യാത്ത അവിടെ പോയി നെഞ്ചുവനായിട്ട് തിരിച്ചു വല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉണ്ടാവും. അതല്ല, നമ്മുടെ പ്രമുഖ അറിഞ്ഞില്ലേ ക്ലീറ്റോ മത്തായി ഈ കാര്യം? പിന്നെ അറിഞ്ഞ് അമ്മാമ അവനെ കൂട്ടു വിളിക്കുന്ന അറിഞ്ഞ് ഇന്ന് വെളുപ്പിനെ മുങ്ങിക്കളഞ്ഞു. അങ്ങനെ വരാൻ വഴിയില്ല. സാധാരണ അവിടെ പോയി അവന്റെ മരമാണെന്ന് പറഞ്ഞ് മുറിച്ച് അവൻ വിൽക്കാറാണല്ലോ പതിവ്. അല്ല, ഇത് കളി നടക്കൂല. അറുത്ത കൈക്ക് ഉപ്പ് വെക്കാത്ത ആളെ അമ്മാവൻ ആ ഏരിയ അടുപ്പിക്കില്ല അവനെ. അത് ശരിയാണ്. നീ വെറുതെ ഇറങ്ങിയ? അളിയ, വെറുതെ ഇറങ്ങിയതാണെന്ന് ചോദിച്ചാ അല്ല, ഒരു കാര്യമുണ്ട്. കല്യാണം ആലോചിച്ചല്ല വന്നാണ്. നിന്റെ ഈ മുഖപുരം കണ്ടിട്ട് നീ ഇങ്ങനെ ഭയങ്കര കാലിനക കൊണ്ട് നീ കാര്യം പറടാ. കല്യാണം ആലോചിച്ചത് അതല്ല, അതായത് നമ്മുടെ ഇപ്പോഴത്തെ KSEB നമ്മുടെ പാർട്ടിയുടെ നിര ഇത്തിരി പരിങ്ങലാണ്, നിനക്കറിയാമല്ലോ. ശരിയാ. അപ്പോൾ മേൽക്കടകത്തിൽ നല്ല പ്രഷർ. നമുക്ക് യൂണിയൻ ഒന്ന് കൊഴിപ്പിക്കണം. നല്ല ആരെങ്കിലും വേടാ. അങ്ങനെ തന്നെ ആലോചന ഉണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പോൾ ഞാൻ നിന്റെ പേരൊന്ന് നിർദ്ദേശിച്ചാലോ എന്നൊരു ആലോചന. എന്തിന്? എന്തിന്റെ കാര്യം പറഞ്ഞ? കുഴപ്പമെന്ത്? എടാ, ഞാൻ നിന്റെ അടുത്തോടെ നല്ല ആരെങ്കിലും വെക്കാനാ പറഞ്ഞത്. എടാ, അതല്ലേ പറഞ്ഞത്. നിനക്കെന്ത് കുഴപ്പം? എടാ, നിനക്കറിയില്ല, പഠിക്കുന്ന സമയത്ത് എനിക്ക് ഈ രാഷ്ട്രീയം ഒരു താല്പര്യമില്ലാത്ത കാര്യമാണ്. ശരി. മാത്രമല്ല എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിഞ്ഞും കൂടാ. അറിയാത്ത കാര്യത്തിൽ ഞാൻ എന്തിനാ ഇറങ്ങുന്നത്? അതെന്തോന്നു അതുകൊണ്ട് താ ബിസ്ക്കറ്റ് അവിടെ വെച്ചിരിക്കുകയാണ്. അതിങ്ങനെ വരുന്നവരൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ ആദ്യം ഇങ്ങനെ കുറച്ച് ബിസ്ക്കറ്റിന് കാണിക്കും, കഴിക്കലെന്ന് പ്രാർത്ഥിക്കും, തിരിച്ചെടുത്തിട്ട് പോകും. എല്ലാ കറക്റ്റ് നീ എന്തെല്ലാം എടുത്തത് വന്നെന്താണെന്നറിയാമോ? എന്നെ യൂണിയന്റെ ആളാക്കാൻ വേണ്ടി വന്നേക്കുക. ഞാൻ പറഞ്ഞു എനിക്കൊന്നും അറിഞ്ഞൂടാ. എനിക്ക് അറിഞ്ഞൂടാ. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ എന്തെങ്കിലും അറിഞ്ഞിട്ടാണ് വരുന്നത്. ഇപ്പൊ ഞാൻ തന്നെ പഞ്ചായത്ത് മെമ്പറായി, ഞാൻ എന്തെങ്കിലും അറിഞ്ഞിട്ടാണ് ആയത്. സത്യം. അത് ഒരുമാതിരിയുള്ള ഒരു സത്യമാണ്. അതുകൊണ്ട് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാം എന്റെ വഴിക്കും പതുക്കെ 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 പഠിച്ചോളൂ. എടി, ഞാൻ പറഞ്ഞു ഇതൊക്കെ ഏതെങ്കിലും നല്ലൊരാളെ വെക്കാൻ പറഞ്ഞു. അത് കറക്റ്റാ. നല്ലൊരാളായോണ്ടല്ലേ ഞാൻ അവനെ വിളിച്ചത്. അല്ല, നീ അതെന്താ പറഞ്ഞത്? അല്ല, നല്ല ആളെ ആരെങ്കിലും വെക്കണേ നല്ലത്. ഞാൻ മോശക്കാരനാ? അതല്ലേ. അതെന്ത് കേട്ടാ, നിനക്ക് വലിയ കുഴപ്പമില്ല. അത് ചെറിയ തള്ളു എന്റെ അതിന് മിടിക്കാവള്. അതെല്ലാടും അങ്ങനെ തന്നെ. അപ്പം ഓടാ, ഞാൻ എന്നീ പറ്റൂടാ. ശരിയാവൂടാ. അല്ലെ, അത് പറഞ്ഞാൽ ശരിയാവില്ല. നീ വന്നാലേ നിനക്കാണെങ്കിൽ കുറേ സ്വാധീനമുണ്ട് അവിടെ. അതല്ല, ഒരു ക്യാരക്ടറിന്റെ ഒരു ഇതുണ്ട്. അവനെ പോലെ അല്ല. ഒരു ആര് കേട്ടാൽ ഇല്ലല്ലേ പറയുന്നേക്ക്, ആര് കേട്ടാലും കനെ കൊള്ളാം എന്നൊരിതുണ്ട്. അപ്പോൾ ആ ഇമേജ് വെച്ചാണ് നമുക്ക് പിടിക്കാനായിട്ട്. നമ്മളൊരു കാര്യത്തിൽ അറിയാൻ അതിന്റെ പിറകെ നിൽക്കണം.
അതുകൊണ്ടാണ് എനിക്ക് പ്രശ്നം. കാരണം നമ്മൾ രാവിലെ ഇവിടുന്ന് ഓഫീസിൽ പോയിട്ട് പിന്നെ വൈകുന്നേരം ഇത് ഒന്നാമത് കാര്യം യൂണിയനിലൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ജോലി ആകുമ്പോഴത്തേക്ക് എനിക്ക് പൈസ മേടിക്കണമെങ്കിൽ ജോലി ചെയ്തേ പറ്റുള്ളൂ. ഇടാ അത് കുറച്ച് പേര് അത് മാറ്റി നിർത്ത്. അത് ഈ പൈസ യൂണിയനിലായി കഴിഞ്ഞാൽ പിന്നെ നേതാവെന്ന് പറഞ്ഞാൽ നീ ജോലി ചെയ്തോ, അതിൻ്റെ കൂടെ ഇത് നടക്കട്ടെ. ഈ പ്രവർത്തനത്തിന് വലിയ സമയം വേണ്ട, ഈ അതിൻ്റെ ഇടയിൽ കൂടെ ഉള്ള സമയത്ത് മതി. ശരിയാവൂലടാ. ഇല്ലേ 10 പേർക്ക് ഇറങ്ങി പ്രവർത്തനേ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വരട്ടെ. എന്തായാലും അളിയ ഞാൻ അവർക്ക് വാക്ക് കൊടുത്തു. നീ വാക്ക് കൊടുത്താ? പിന്നെ ഞാൻ അവർക്ക് എന്നോട് ചോദിച്ചിട്ട് കൊടുക്കണടാ. ഞാൻ എൻ്റെ അടുത്തൊരു ഇത് ചോദിക്കണോടെ, വേറെ ഒന്നിനല്ലല്ലോ, ഒരു നല്ല കാര്യത്തിനല്ലേ. അതുകൊണ്ട് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ യാതൊരു മാസവും ഇല്ല. നീ അല്ല അടുത്ത നമ്മളെ യൂണിയൻ സെക്രട്ടറി. അത്യാവശ്യം ചായ ഇഷ്ടപ്പെട്ടില്ലടാ? പിന്നെ സൂപ്പർ ചായ, രാഗി ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും നല്ല ചായടാ. ആണോ? ഓ അല്ലേ രാഗിയുടെ ചായ അല്ല, നീ ഇതിനെ പിന്നെ അവിടെ അടുത്ത് പറഞ്ഞോളായിരുന്നു, അവിടെ പ്രശ്നമാവും. പിന്നെ അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഒരു മാറ്റവും ഇല്ല. ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ആലോചിക്കണം, എന്നെ കൊണ്ട് ഒരു ആലോചന അതിൽ എല്ലാം ഓക്കെ. ഇതാര് ഇവിടെ പോണു? റേഷൻ കിടക്കുക ലാസ്റ്റ് ഡേറ്റാ, റേഷൻ കിട്ടൂല. അപ്പൊ അത് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ റേഷൻ കാർഡിലുള്ള ആൾ പോയാലേ സാധനം കിട്ടുള്ളൂ. തമ്പ് അല്ല ഇവിടെ പ്രമുഖൻ, അവനെ പറഞ്ഞേക്കാൻ ഇതിനൊക്കെ അവന്റെ ശരീരം അനങ്ങൂലേ? റേഷൻ കടയിൽ പോയി ക്യൂ നിൽക്കേണ്ട ആളാണോ ക്ലീറ്റോ? പിന്നെ ക്ലീറ്റോ ഒരു നിലയിൽ എത്തേണ്ട മനുഷ്യനാണ്. എന്നെത്തും? അത് എത്തുമ്പോ എത്തിക്കോളും. ആരും അത്ര ആദ്യം പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതുപോലെ സമയം കാണൂല, സമയമില്ല. രാവിലെ നേരം വെളുത്തിട്ടുണ്ടെങ്കിൽ ക്ലീറ്റോൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം പാർട്ടിയിൽ. നല്ല ഒന്നാന്തരം സമൂഹത്തിന് വേണ്ടിയിട്ട് എന്താണ്ട് വരൾച്ചയുടെ ഒക്കെ എന്തോ കാര്യങ്ങൾ അതിനൊക്കെ വേണ്ടിയിട്ടൊക്കെ ക്ലീറ്റോ പ്രവർത്തിക്കുന്നുണ്ട്. എന്താ കാര്യം അറിയാമോ? ഇപ്പൊ എവിടെ പോയാലും ഒട്ടും സമയമില്ല, ഒരാളെ ഉള്ളൂ നമുക്ക്. അങ്ങനെ അല്ലല്ല. അയ്യോ അയ്യോ അയ്യോ, അത്ര ചിരിക്കൊന്നും വേണ്ട. ഒരാള് മതി. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം. അമ്പളിക്കുട്ടൻ ചേട്ടൻ വിചാരിച്ചിട്ട് എന്തെങ്കിലും നടന്നിട്ടുണ്ടോ നമ്മുടെ നാടിന് വേണ്ടിയിട്ട്? എവളുടെ വിശ്വാസം ഉണ്ടല്ലേ, അവനിലുള്ള ഈ വിശ്വാസം അതാണ് അവളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അതുപോലെ വേറെ കാര്യം പറയട്ടോ, ഇവൾ ഒറ്റ ഒരുത്തിയാണ് അവനെ ഇല്ലാതാക്കണം. അത് സത്യം. അത് നീ പറഞ്ഞ 100% സത്യം. അതാണ്. റേഷൻ കിടക്കല്ലേ? വാ, ഞാൻ അങ്ങോട്ട് തന്നെ ഇറക്കാം. അവിടെ വേണ്ട, എന്ത്? ഞങ്ങൾ എതിർ പാർട്ടിക്കാരുടെ വണ്ടിയിൽ കേറാറില്ല. ക്ലീറ്റോ നീ എൻ്റെ അളിയനെ നിന്റെ പാർട്ടിയുടെ യൂണിയനിലേക്ക് വലിക്കാൻ വേണ്ടി വന്നതാണെന്ന് എനിക്കറിയാം. ഓഹോ, അത് നീ എങ്ങനെ അറിഞ്ഞു? ഇടേ എനിക്കിവിടെ ശരിക്കും നെറ്റ്വർക്ക് ഉണ്ട് കേട്ടോ. നിന്നെപ്പോലെ അല്ല ഞാൻ. ആ കാര്യം നീ മറക്കല്ലേ. അളയാൻ വിളിച്ചെന്നുള്ള ഞാൻ ചേർന്നിട്ടൊന്നുമില്ല കേട്ടോ. അല്ലെങ്കിൽ തന്നെ നീ ചേരാൻ പോയി നോക്ക്. ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? നിന്റെ സമ്മതം? ഇവിടെ എന്റെ സമ്മതം വേണം. എവിടെ കേട്ടാ? ഒരു പൊതുപ്രവർത്തകൻ ഈ വീട്ടിലുണ്ട് അത്യാവശ്യം ഇവിടുത്തെ കാര്യങ്ങൾക്ക്. നീ വേറൊരാൾ ഇവിടെ വേണ്ട. ഞാൻ പോണു, നീ പറഞ്ഞു വാ. റേഷൻ കടയിൽ റേഷൻ കടയിൽ ഞാൻ പോയിക്കോളാം. ഇങ്ങോട്ട് എനിക്ക് 2 കാലുണ്ട്, ഞാൻ നടന്നു പോയിക്കോളാം കേട്ടാ. പിന്നെ ബാക്കിയുള്ളവർക്ക് 4 കാലമുള്ളത്. നിന്നെ പോലുള്ളവന് 4 കാലും ഉണ്ട്, ഒരു വാലും ഉണ്ട്. അയ്യോ, നിന്റെ അവതാരം വേണ്ട, നീ ചെല്ല്. ചെറിയ പ്രശ്നം, മൊത്തത്തിൽ നിനക്ക് പ്രശ്നമുണ്ട്. വണ്ടി പോട്ട് വണ്ണം വെച്ചൊന്നും എടുക്കണായിരുന്നു. ഈ വീട്ടിലെ ഒരു രാഷ്ട്രീയക്കാരൻ മതി കേട്ടാ. റേഷൻ കടയിൽ പോകാന്ന് പറഞ്ഞിട്ട് റേഷൻ കടയിൽ പോകാൻ പോണം. പിന്നെ ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആണ്. ഈ പെണ്ണ് നീ ഈ വേലത്ത് പോണ്ട്, ഇത് കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി. പട്ടണി കിടന്നാ പിന്നും അന്തസ്സുണ്ട്. കണ്ട അലവലാദികളുടെ കൂടെ സ്കൂട്ടറിൽ കയറാൻ പോണോളൂ. ഞാൻ സ്കൂട്ടറിൽ കയറിയില്ലല്ലോ. കയറിയെങ്കിൽ കാണായിരുന്നു. ഉണ്ടോന്നേടാ വെയിലാതിന്റെ കൂടി വേണേ. ഓ, കയറിയിരുന്നെങ്കിൽ ഉണ്ടല്ലോ പിന്നെ ആംബുലൻസിൽ കയറ്റിയാണ് ഞാൻ. ഇപ്പൊ ഇതെന്തിനു പറഞ്ഞു? Alien versus Alien.